വിവിധ പ്രശ്നങ്ങളാൽ വലഞ്ഞിരുന്ന കേരള ജനതയോട് എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് കൗശലബുദ്ധിയുടെ കപടതകളുമായി ഒന്നാം ഇലക്ഷനെയും തുടർന്ന് കോവിഡ് കാലത്തെ കൊള്ളയും കോവിഡ് മരണങ്ങളും മറച്ചുവെച്ച് കരുതലിന്റെ കാപട്യ മുഖം കാണിച്ച് രണ്ടാം ഇലക്ഷനെയും പിണറായി സർക്കാർ നേരിട്ടു. അങ്ങനെ എല്ലാ വിഭാഗം ജനതകളുടെയും കണ്ണിൽ പൊടിയിട്ട് കൂട്ടത്തിൽ മാസം തോറും ഓരോ കിറ്റും സമ്മാനിച്ച് രണ്ടാമതും അധികാരത്തിലെത്തിയ പിണറായിയും കൂട്ടരും ഒരാണ്ട് പിന്നിടുമ്പോഴും സ്വന്തക്കാർക്കും പാർട്ടി നേതാക്കന്മാരുടെ ബന്ധുക്കൾക്കും അവരുടെ ചാർച്ചക്കാർക്കും നല്ല കാലം. അവർക്ക് പലതും ശരിയാക്കി കൊടുത്തു എന്നതല്ലാതെ പാവപ്പെട്ട തൊഴിലാളി വിഭാഗങ്ങളുടെയും അവശ്യ ജനതകളുടെയും ജീവിതാവസ്ഥകൾ മുൻപത്തേക്കാൾ പരിതാപകരമായി മാറിയിരിക്കുകയാണ്. പിണറായി സർക്കാർ പറഞ്ഞ പൊള്ളയായ വാഗ്ദാനങ്ങൾ വിശ്വസിച്ച് ക്ഷമയോടെ കാത്തിരുന്നവരെയെല്ലാം പിണറായി സർക്കാർ പറ്റിച്ചു എന്ന് തന്നെ പറയേണ്ടി വരുന്നു. പിണറായി സർക്കാരിന്റെ തെറ്റായ നടപടികൾക്കെതിരെ ആരെല്ലാം പോരാടാൻ ഇറങ്ങിയോ അവരെയൊക്കെ കള്ളക്കേസുകളിൽ കുടുക്കിയും മാനസികമായി പീഡിപ്പിച്ചും മറ്റു വിധത്തിൽ തോൽപ്പിച്ചും പിണറായി സർക്കാർ മുന്നോട്ട് പോവുകയായിരുന്നു. അതിനിടയിലാണ് അതിജീവനത്തിന് വേണ്ടി തിരുവനന്തപുരത്തെ തീരദേശ ജനത വിഴിഞ്ഞം സമരരംഗത്തേക്ക് ഇറങ്ങിയത്. വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികളുടെ അതിജീവനത്തിനായുള്ള സമരം പ്രത്യക്ഷത്തിൽ അദാനിയുടെ പോർട്ടിനെതിരെ ആയിരുന്നെങ്കിലും സമരക്കാർ ലക്ഷ്യം വെച്ചത് അദാനിക്ക് എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുന്ന പിണറായിയെയും കൂട്ടരെയും കൂടിയായിരുന്നു. കാരണം തങ്ങളുടെ വീടും പാർപ്പിടവും നഷ്ടപ്പെട്ടിട്ടും പിണറായി സർക്കാർ തള്ളിക്കൊടുത്ത പാഴ്വാഗ്ദാനങ്ങൾ വിശ്വസിച്ച് സിമന്റ് ഗോഡൌണുകളിലും മറ്റുമായി ജീവിക്കുകയായിരുന്നു ആ പാവങ്ങൾ ഇതുവരെ. പക്ഷേ വാഗ്ദാനങ്ങളല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞ അവർ ചതിക്കപ്പെട്ടതിന്റെ രോക്ഷത്താൽ നടത്തുന്ന സമരം കൂടിയാണ് വിഴിഞ്ഞം സമരം. സമാനതകളില്ലാത്ത വിധത്തിൽ ജനപിന്തുണയോടെ 100 ദിവസങ്ങൾ ആ സമരം പിന്നിടുമ്പോൾ സമരക്കാരെ കലാപകാരികളെന്നും വിദേശ ശക്തികളുടെ പണം വാങ്ങി സമരം ചെയ്യുന്നവരെന്നും ആക്ഷേപിച്ച് അവരുടെ വൈദികരെ തെറി വിളിച്ച് സമരക്കാരെയും മറ്റുള്ളവരെയും തമ്മിലടുപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ പിണറായി സർക്കാർ. അതിന്റെ ഭാഗമായാണ് പിണറായിയും അദ്ദേഹത്തിന്റെ അടുത്തൂൺ പറ്റികളായ ചില മന്ത്രിമാരും മാധ്യമ ധർമ്മം അറിയാത്ത നുണകൾ പെരുപ്പിച്ചു കാണിക്കുന്ന ദേശാഭിമാനി എന്ന പാർട്ടി പത്രവും ചേർന്ന് ഇപ്പോൾ ജനങ്ങളെ തമ്മിലടുപ്പിച്ച് മുതലെടുക്കാൻ, മുട്ടനാടുകളെ തമ്മിലടുപ്പിക്കാൻ ചെന്നായി ഉപയോഗിച്ച അതേ തന്ത്രവുമായി വെറി പൂണ്ട് ഇറങ്ങിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയോടും കൂട്ടരോടും പറയാനുള്ളത് ഇതാണ്: ഇപ്പോഴത്തെ സമരം കലാപ സമാനമാണെന്ന നിങ്ങളുടെ കണ്ടുപിടുത്തം ശരിയാണ്. കാരണം വിഴിഞ്ഞത്ത് നടക്കുന്നത് ഗാന്ധിയന്മാരുടെ നിരാഹാര സത്യാഗ്രഹമല്ല, പിന്നെയോ കടലിന്റെ പ്രതികൂലങ്ങളോട് പടവെട്ടി പരിശീലനം നേടിയ അനാവശ്യമായി മനുഷ്യനെയോ പ്രകൃതിയെ പോലും ഭയപ്പെടാത്ത ഒരു കൂട്ടം പച്ച മനുഷ്യരുടെ സമരമാണ്. അല്ല, ഇത് സ്വന്തം മണ്ണിൽ ജീവിക്കാൻ വേണ്ടിയുള്ള ജീവൻ മരണ പോരാട്ടമാണ്. അങ്ങേയറ്റത്തെ അച്ചടക്കത്തോടെ സെക്രട്ടേറിയറ്റ് പടിക്കലും പോർട്ട് കവാടത്തിലും സമരം ചെയ്തപ്പോൾ മുഖ്യമന്ത്രിയും കൂട്ടരും അവരെ പൂർണ്ണമായും അവഗണിച്ചു. മുഖമിനിക്കൽ, കണ്ണിൽ പൊടിയിടൽ ചർച്ചകളല്ലാതെ പ്രശ്ന പരിഹാരത്തിനായി അവരുമായി ഗൗരവത്തോടെ ഒരു ചർച്ച പോലും നടത്താതെ അവരെ പ്രകോപിപ്പിച്ചു. സമരം നൽകുന്ന സൂചനകൾ കണ്ട് അവരുടെ ആവശ്യങ്ങൾക്ക് പരിഹാരം കണ്ടില്ലെങ്കിൽ സമരരീതികൾ മാറുമെന്ന് സമരക്കാർ എത്രയോ തവണ മുന്നറിയിപ്പ് നൽകി. അവർ നൽകിയ എല്ലാ മുന്നറിയിപ്പുകളും പുച്ഛത്തോടെ തള്ളിക്കളഞ്ഞ സർക്കാർ ഇപ്പോൾ സമരക്കാരുടെ നീക്കങ്ങൾ കലാപമുണ്ടാക്കാനാണെന്ന് പറയാൻ നിയമസഭയിൽ കലാപമുയർത്തിയ മന്ത്രിയെ തന്നെ രംഗത്തിറക്കിയിരിക്കുന്നു. കൂടെ ലത്തീൻ സഭ വിമോചന സമരത്തിന് ശ്രമിക്കുകയാണ് എന്ന വ്യാജ ആരോപണങ്ങളുമായി ചില മൂത്ത സഖാക്കളും മന്ത്രിമാരും രംഗത്തെത്തിയിട്ടുണ്ട്. ലക്ഷ്യം പഴയത് തന്നെ: സമരക്കാർക്കിടയിൽ ഭിന്നത സൃഷ്ടിച്ച് മുതലെടുക്കുക. നായർ സമുദായത്തോടും ക്രൈസ്തവ സമുദായത്തോടും EMS നമ്പൂതിരിപ്പാട് കാട്ടിയ നെറുകേടിന് കിട്ടിയ തിരിച്ചടിയായ വിമോചന സമരം ഇന്നും ക്രൈസ്തവ ജനതയ്ക്ക് ആവേശം തുളുമ്പി നിൽക്കുന്ന ഓർമ്മ തന്നെയാണ്. സ്വജനപക്ഷപാതവും ബന്ധുനിയമനവും അഴിമതിയും നിറഞ്ഞു നിൽക്കുന്ന കേരള സർക്കാരിനെതിരെ വേണ്ടി വന്നാൽ ഇനിയും ഒരു വിമോചന സമരം നയിക്കാൻ അന്ന് സമരത്തിന് നേതൃത്വം വഹിച്ചവർക്ക് ഇന്നും കഴിയുമെന്ന് സർക്കാർ മറക്കേണ്ട. 100 നാൾ സമരം പിന്നിട്ടിട്ടും
പ്രശ്നപരിഹാരത്തിന് നേരിട്ട് ഇടപെടാത്ത മുഖ്യമന്ത്രിയുടെ കാപട്യം സമരക്കാർക്കും ജനങ്ങൾക്കും ബോധ്യമായി കഴിഞ്ഞു. പേരിന് ചില ഉപസമിതികൾ വെച്ച് ചർച്ചകൾ നടത്തി സമരം നീട്ടിക്കൊണ്ടുപോയി സമരം പൊളിക്കുകയാണ് പിണറായിയുടെ തന്ത്രമെന്ന് പറയപ്പെടുന്നു. പക്ഷേ മുഖ്യമന്ത്രിക്ക് തെറ്റി. ഇത് കൊടുങ്കാറ്റിനെയും കടലിനെയും ഭയമില്ലാത്ത തീരദേശ ജനതയാണ്. അവർക്ക് പിണറായി പോലെ ചതിക്കാൻ അറിയില്ല എന്നത് സത്യമാണ്. പക്ഷേ കുറച്ചു ദിവസം സമരം ചെയ്ത് മൂട്ടിലെ പൊടിയും തട്ടിപ്പോകാൻ വന്നവരല്ല മത്സ്യത്തൊഴിലാളികൾ. ആവശ്യങ്ങൾ നേടിയെടുക്കുന്നത് വരെ ശക്തമായി തന്നെ സമരം തുടരാൻ തന്നെയാണ് അവരുടെ തീരുമാനം. മറ്റുള്ളവർക്ക് ചിരിക്കാൻ മാത്രം വക നൽകുന്ന സാമാന്യബോധം പോലും ഇല്ലാത്ത രീതിയിൽ പലപ്പോഴും സംസാരിക്കുന്ന ശിവൻകുട്ടിയുടെ സഹതാപമൊന്നും മത്സ്യത്തൊഴിലാളികൾക്ക് ആവശ്യമില്ല. അവർ കഠിനാധ്വാനം ചെയ്താണ് ഇന്ന് വരെ ജീവിച്ചത്. ഇനിയും അങ്ങനെ ജീവിക്കാനാണ് അവർക്ക് ആഗ്രഹം. പക്ഷേ അതിനവർക്ക് അവരുടെ സ്വന്തം കടൽ തീരം തിരിച്ചു നൽകണം. ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്തട്ടെ. പ്രതിപക്ഷ നേതാവ് ചോദിച്ച ചോദ്യം ക്രൈസ്തവ സമൂഹവും ആവർത്തിക്കുകയാണ്. വിഴിഞ്ഞത്തെ ലത്തീൻ ക്രിസ്ത്യാനികളായ മുക്കുവന്മാരോട് പിണറായിക്ക് അയ്യത്തമാണോ? കമ്മ്യൂണിസവും സോഷ്യലിസവും വെറും അധികാരത്തിന് വേണ്ടിയുള്ള മേൽവസ്ത്രമായി എടുത്ത് അണിഞ്ഞിട്ടുള്ളവർക്ക് ഒരുപക്ഷെ പേടിയായിരിക്കും വിഴിഞ്ഞത്തെ സമരക്കാരെ കാണാൻ. കാരണം പഴയ ചില ഓർമ്മകൾ മുഖ്യമന്ത്രിയെ വേട്ടയാടുന്നുണ്ടാകും. വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ ജീവൻ മരണ പോരാട്ടത്തിലാണ് എന്നെങ്കിലും തിരിച്ചറിയാനുള്ള വിവേകം മുഖ്യമന്ത്രി കാണിക്കുക. അവർക്ക് ഈ പോരാട്ടം ജയിച്ചാലേ ഇനി ജീവിതമുള്ളൂ. പക്ഷേ അക്കാര്യം അവഗണിച്ച് സമരത്തെ കലാപമായി കണ്ട് അടിച്ചമർത്താനാണ് ജനവിരുദ്ധ കേരള സർക്കാരിന്റെ നീക്കമെങ്കിൽ കനത്ത വില തന്നെ പിണറായും കൂട്ടരും അതിന് നൽകേണ്ടി വരും. ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്തട്ടെ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങിന്നലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞതുപോലെ ജനാധിപത്യ കേരളത്തിലെ മുഖ്യമന്ത്രിയെ പോലെ പെരുമാറുക, അല്ലാതെ സ്വാതന്ത്ര്യത്തിന് മുമ്പുണ്ടായിരുന്ന മഹാരാജാവിനെ പോലെയല്ല.